ഡിയേഴ്സ്, ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആട്ടോ. കൂടുതൽ സ്ത്രീകളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് തൊലി കളയാത്ത ലിംഗത്തിൽ എങ്ങനെയാണ് ഓറലിയൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടേണ്ടതെന്ന് നോക്കിയാലോ. പലരും ലിംഗത്തിൻ്റെ അഗ്രഭാഗമൊക്കെ റിമൂവ് ചെയ്യുന്നത് ഒന്ന് ഇൻഫെക്ഷൻ വരാതിരിക്കാനോ, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ രോഗാണുങ്ങളൊക്കെ നശിക്കും ക്ലീനാക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ചിലർക്ക് റിലീജിയസിൻ്റെ ആയിട്ടൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യും അല്ലേ. എന്നാൽ ഇങ്ങനെ കളയാത്ത ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ കളയുന്ന അറ്റത്തെ തൊലിയില്ല, അത് ഭയങ്കര സൂപ്പർ സെൻസിറ്റീവാണ്. ഒരുപാട് നെർവ് എൻഡിങ്സ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ തൊടുമ്പം തന്നെ ഭയങ്കരമായിട്ട് അവർക്കൊരു നമ്മുടെ ക്രിസരിയിൽ തൊടുമ്പോൾ എന്തായിരിക്കും അവർക്കുണ്ടാകുന്നത്, ആ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും അവർക്ക് ലിംഗത്തിൽ അഗ്രഭാഗത്ത് തൊലിയിൽ തൊടുമ്പോൾ ഉണ്ടാകും. അത്രയധികം സൂപ്പർ സെൻസിറ്റീവായിരിക്കും. തൊലി കളഞ്ഞ ആളുകളെ കഴിഞ്ഞും കുറച്ചും കൂടി നല്ല സെൻസിറ്റീവായിരിക്കും ഇവരുടെ. തൊലി കളഞ്ഞ ആൾക്കാർക്ക് അത് സെൻസേഷൻ കുറവായിരിക്കും. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് നമ്മൾ ചാനലോട്ട് ഒരു ബന്ധവുമില്ലേ, ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ലിംഗാഗ്ര ഭാഗത്തെ ചർമ്മം റിമൂവ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഭംഗിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനോ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും അത് കളയുന്നത്. എന്താ അറിയില്ല, ചിലപ്പോൾ പല വീഡിയോസും ആയിരിക്കും അതിന് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഇൻഫെക്ഷൻ വരും, രോഗാണുക്കൾ വരുന്നുണ്ട്. നമ്മളെല്ലാ ശരീരഭാഗം പോലെയുള്ളതല്ല അവിടെ. നമ്മൾ ഏതൊക്കെ ഭാഗത്ത് കഴുകാണ്ട് ക്ലീനാക്കാണ്ടൊക്കെ ഇരുന്ന എല്ലാ ഭാഗത്തും ഒക്കെ രോഗാണുക്കൾ വരും. ഇപ്പം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ക്ലീനാക്കിയിട്ടുണ്ടെങ്കിൽ പോവാത്ത അണുക്കൾ ഏതാ ഉള്ളത്? നമ്മൾ കൊറോണ വരെ സോപ്പിലല്ല നമ്മൾ പിടിച്ച് തന്നെ. അപ്പോൾ ലിംഗാഗ്ര ഭാഗത്തെ അവിടെ ആ തൊലിയൊന്ന് വകഞ്ഞു മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാവുന്ന അണുക്കളല്ലേ അവിടെ ഉള്ളൂ. കൊറോണ വരെ മാറി, പിന്നെയല്ലേ ഇത്. അപ്പോൾ അങ്ങനെ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിലോ, സ്കിന്നൊക്കെ ടൈറ്റായിട്ട് നിൽക്കുന്നതോ, അല്ലെങ്കിൽ ബാലനൈറ്റിസ് പോലെയുള്ള അങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരുന്ന കണ്ടീഷനിൽ അത് റിമൂവ് ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. അല്ലാതെ കട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സെൻസിറ്റീവായ നിങ്ങൾ ശരിക്കും ലൈംഗികതയിൽ ഏറ്റവും സുഖം അനുഭവിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നശിപ്പിച്ച് കളയുന്നത്. ഇവിടെ ഏറ്റവും ഭീകരമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ? വളരെ ചെറുപ്പത്തിൽ ലൈംഗികത എന്താണെന്നറിയില്ല, അതിൻ്റെ സുഖം എന്താണെന്നറിയില്ല, അതിൽ എനിക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സുഖം എന്തെന്ന് പോലും അറിയാത്ത കുഞ്ഞു കുട്ടികളെ ഇൻഫെക്ഷൻ്റെ പേരിലും അതും ഇതൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുന്നു. ശരിക്കും അവരനുഭവിക്കേണ്ട ഒരു വലിയ സുഖത്തെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട്. ശരിക്കും അതൊരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് വളർന്ന് വലുതായി അത് വേണ്ട എന്നൊരു തോന്നൽ വരുവാണെങ്കിൽ എല്ലാവർക്കും അത് റിമൂവ് ചെയ്തേക്കാം എന്നൊരു തോന്നൽ. അവരിഷ്ടത്തിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ കുഞ്ഞിലേ പോയിട്ട് അത് കളയുന്നത്. അപ്പോൾ അത് അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നെർവ് എൻഡിങ്സ് ഉള്ള സെൻസിറ്റീവായിട്ടുള്ള, അവരെ ശരിക്കും ഒരു ടച്ചിൽ തന്നെ വൈൽഡാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗം അത് കളയുമ്പോൾ ശരിക്കും അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു വലിയ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിലൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് കട്ട് ചെയ്യുന്നത് അത് വേറെയാണ്. അല്ലാണ്ട് ഒരു കുട്ടീൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് കുഞ്ഞിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ റിലീജിയസ് ആയിട്ടൊന്നും അല്ലാട്ടോ പറയുന്നത്, അങ്ങനെയൊന്നും ഇത് എടുത്തേക്കല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാം ഓരോരുത്തരും ഇഷ്ടമാണ്, പക്ഷെ ചിന്തിച്ച് നോക്കിയേ, അവരറിയേണ്ട എന്തോ ഒരു സുഖം അവരെ അനുവാദം ഇല്ലാതെ നശിപ്പിച്ച് കളയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത് എല്ലാവരും എടുക്കുമെന്ന് എനിക്കറിയില്ല. ചിലർ ടൈമിങ് കൂടുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടത്. ഈ സെൻസേഷൻ പോകുമ്പോൾ നമ്മൾ ഈ സ്പ്രേ യൂസ് ചെയ്യുമ്പോഴും എന്താ പറ്റുന്നത്, അവിടെ മരയിപ്പിക്കുകയോ അവിടെ സെൻസേഷൻ അറിയിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ എന്താകും, കുറച്ച് നേരം കൂടി അവർക്ക് കൂടുതൽ നേരം ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും പറ്റുന്നത്. സെൻസേഷൻ കട്ട് ചെയ്തു, അപ്പോൾ കുറച്ച് സെൻസേഷൻ കുറയുമ്പോൾ കുറച്ച് നേരം കൂടി അവർക്ക് ആസ്വദിക്കാം. അതൊരു കുറേ നേരത്തേക്ക് ഉണ്ടെന്നൊന്നും സയൻസ് പ്രൂവ് ചെയ്തിട്ടും ഇല്ല. എനിക്കതൊരു സങ്കടം പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ. പിന്നെ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ലിംഗത്തിന് തടിയോ നീളോ ഒക്കെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം അത്രയില്ല, ചുരുങ്ങിപ്പോയി എന്നൊക്കെ തോന്നുന്നവരാണോ നിങ്ങൾ? ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ ഒക്കെ കൊണ്ട് അതങ്ങനെ ചുരുങ്ങി വരാറുണ്ട്. നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക്, തടിയിലേക്ക് വളരെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ബ്ലഡ് ഫ്ലോയ്ക്കും കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും ഒക്കെ ഹെൽത്തി ആക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം.
വേറൊന്നുമല്ല, നേച്ചർ മാനിൻ്റെ ലിഫ്റ്റപ്പ് ഓയിലാണ് കേട്ടോ. 17ഓളം ഹെർബ്സ് അടങ്ങിയിട്ടുള്ള 100% നാച്ചുറലായ ആയുഷ് സർട്ടിഫൈഡും ഉള്ള ഒരു ഓയിലാണ് കേട്ടോ ഇത്. അശ്വഗന്ധ, സേഫ് മുസ്ലി, ശതാവരി, ലങ് ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ലിംഗത്തിലേക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കുകയും നല്ല രീതിയിൽ ഉദ്ധാരണം സംഭവിക്കുകയും കൂടുതൽ നേരമൊക്കെ ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ക്ലിനിക്കലി പ്രൂവണുമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലോ ഇറിറ്റേഷനോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും കേട്ടോ. നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യുമ്പോഴാണെങ്കിലും ഉപയോഗിക്കാം. ലിംഗത്തിന് 2 നേരം കേട്ടോ. ലിംഗത്തിന് താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യാവുന്ന കേട്ടോ. ലൈംഗികബന്ധത്തിന് അരമണിക്കൂർ മുമ്പ് യൂസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് മസാജ് ചെയ്തിട്ട് രാവിലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 2 നേരം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്ക് അതിലൂടെ കയറി പർച്ചേസ് ചെയ്തോളൂ. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്ത് ഓർഡർ ചെയ്താലും മതിയാവും കേട്ടോ. വളരെ നല്ലൊരു മണമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലായിരുന്നോ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഉള്ളത്. 55 പോയിൻ്റ് ഉണ്ട്. അതിൽ പകുതി കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾക്ക് ഈ ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഉള്ളവരിൽ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ ആ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും മുകൾ ഭാഗത്താണ് അവർക്ക് കൂടുതലായിട്ട് ഉത്തേജനം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. അവർക്ക് കൂടുതലായിട്ടൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്ക് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ ആ തൊലി എന്ന് പറയുന്നത് അത്രയധികം പാക്ക്ഡ് നെർവ് എൻഡിങ്സ് ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ അവിടെ ലിക്ക് ചെയ്യുന്നതോ സക്ക് ചെയ്യുന്നതോ ഉത്തേജിപ്പിക്കുന്നതും താഴോട്ട് വലിക്കുമ്പോൾ ചിലർക്ക് അത് അൺകംഫർട്ടബിൾ ആയിരിക്കും, ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. എങ്ങനെ ചെയ്യുമ്പോഴാണ് ഇഷ്ടം, എങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടമില്ല, ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ അവർക്ക് ഡീപ്പ് ത്രോട്ട് കൊടുക്കുന്നതിലും വളരെയധികം സുഖവും അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അതിൻ്റെ എൻഡ് ഭാഗത്ത് കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുമ്പോഴായിരിക്കും. കാരണം അറിയാലോ. അതുപോലെ തന്നെ ലിംഗം വായിലിടുന്ന സമയത്ത് അതിൻ്റെ സ്കിന്ന് പുറകോട്ടേക്ക് മാറിയിട്ട് ലിംഗത്തിൻ്റെ അവിടെയുള്ള തുളയിൽ നാവ് കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതും ആ ഓപ്പണിങ്ങിൽ നാവ് ഉള്ളിൽ കയറ്റി നോക്കുക അവർക്ക് കൂടുതലായിട്ട് സുഖം നൽകാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾ കൈ കൊണ്ട് ജർക്കിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തമ്പ് കൊണ്ടിട്ട് അതിൻ്റെ മുകളിലത്തെ സ്കിന്നിൻ്റെ ഭാഗത്ത് റൗണ്ടായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന അവർക്ക് കൂടുതലായിട്ട് ഉത്തേജനം കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അവരുടെ ഉദാഹരണം സംഭവിക്കുമ്പോൾ അവരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തുള്ള സ്കിന്നും ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ബൗണ്ടറീസൊക്കെ നമുക്ക് നല്ല വില കൊടുക്കേണ്ടതുണ്ട്. അത് പുറകോട്ട് വലിക്കുന്ന ഇഷ്ടമാണോ, അല്ലെങ്കിൽ പുറകോട്ട് എങ്ങനെയാണ് വലിക്കേണ്ടത്, വലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.